ചിലപ്പോൾ ജീവിതം നമ്മെ രണ്ട് വഴികൾ മാത്രമുള്ള ഒരു വഴിത്തിരിവിൽ എത്തിക്കുന്നു. ഒന്നുകിൽ നമ്മൾ തകരുന്നു, അല്ലെങ്കിൽ ലോകം മുഴുവൻ പോലും നമ്മെ തടയാൻ കഴിയാത്ത വിധം ശക്തരാക്കുന്നു. ആ ശക്തി ഓരോ മനുഷ്യനിലും ഇതിനകം തന്നെ നിലനിൽക്കുന്നു. അതിനെ ഉണർത്താൻ ഒരു നിമിഷം മതി. ആ ശക്തിയെ ഉണർത്താൻ നോക്കാം. നിങ്ങൾ വിജയിക്കുന്നതുവരെ നിങ്ങളുടെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ മുഴുവൻ ജീവിതത്തെയും മാറ്റാൻ കഴിയുന്ന ഒരു ചിന്തയാണിത്. ജീവിതത്തിൽ ആവർത്തിച്ച് പരാജയപ്പെടുന്നതിൽ നിങ്ങൾ ബുദ്ധിമുട്ടുകയോ ക്ഷീണിക്കുകയോ ആശയക്കുഴപ്പത്തിലാകുകയോ മടുക്കുകയോ ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. കാരണം അടുത്ത മണിക്കൂറുകൾ നിങ്ങളുടെ ജീവിതത്തെ മാത്രമല്ല, നിങ്ങളുടെ ചിന്തയെയും മാറ്റും. ലോകത്തിലെ ഏറ്റവും വിജയകരമായ ആളുകൾ മറ്റുള്ളവരെ നോക്കുന്നതിന് മുമ്പ് സ്വയം പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അടുത്ത കുറച്ചു മിനിറ്റുകളിൽ നിങ്ങൾ മനസ്സിലാക്കും. എന്തുകൊണ്ടാണ് വിജയികൾ താരതമ്യത്തിന്റെ തീയിൽ സ്വയം എരിയാത്തത്? വിജയം അവരുടെ കാൽക്കൽ എത്തുന്നതുവരെ അവർ തളരാത്തത് എന്തുകൊണ്ട്? ഏറ്റവും പ്രധാനമായി, സാഹചര്യങ്ങൾ പരിഗണിക്കാതെ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന നിങ്ങളുടെ ഉള്ളിലെത്തി എങ്ങനെ ജ്വലിപ്പിക്കാമെന്ന് നിങ്ങൾ പഠിക്കും. ഒരു ദിവസം 1% മാത്രം നിങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയാൽ അടുത്ത 365 ദിവസങ്ങളിൽ നിങ്ങൾക്ക് എവിടെയായിരിക്കുമെന്ന് സങ്കല്പിക്കുക. വർഷങ്ങളായി നിങ്ങൾ ആ സ്ഥാനത്തെത്തണമെന്ന് സ്വപ്നം കാണുന്നുണ്ടാകാം. എന്നാൽ ഒരു കാര്യം ഓർക്കുക, ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ വ്യക്തി തന്റെ യഥാർത്ഥ ശക്തി തിരിച്ചറിഞ്ഞ ആളാണ്. ഈ വീഡിയോ നിങ്ങളുടെ ശക്തി കാണിച്ചു തരാൻ പോകുന്നു. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളിൽ നിന്ന് ഒരു വാഗ്ദാനം വേണ്ടത്. ഈ വീഡിയോ പാതി വഴിയിൽ ഉപേക്ഷിക്കരുത്. കാരണം തുടക്കം നിങ്ങളുടെ ചിന്താഗതിയെ മാറ്റും, മധ്യത്തിൽ നിങ്ങളുടെ ശീലങ്ങൾ മാറും, അവസാനത്തോടെ നിങ്ങളുടെ മുഴുവൻ മാനസികാവസ്ഥയും മാറിയിരിക്കും. ഇന്ന് നിങ്ങൾ ഈ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ, അതെ, ഇപ്പോൾ ഞാൻ വിജയിക്കുന്നതുവരെ ഞാൻ എന്നിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കും, അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴിത്തിരിവായിരിക്കാം. അതിനാൽ ഒരു ദീർഘനിശ്വാസം എടുക്കുക. നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ യാത്ര ആരംഭിക്കാൻ തയ്യാറാകുക. കാരണം അടുത്ത കുറച്ചു മിനിറ്റുകൾ നിങ്ങളുടെ വളർച്ചയ്ക്കും വിജയത്തിനും സ്വപ്നങ്ങൾക്കും മാത്രമായി സമർപ്പിച്ചിരിക്കുന്നു. അതെ, ഈ വീഡിയോ നിങ്ങൾക്ക് ശരിക്കും സഹായകരമാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ഒരു മാറ്റമുണ്ടാക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ വീഡിയോയുടെ അവസാനം ഇത് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ശക്തമായ വീഡിയോകൾ നിങ്ങൾക്ക് തുടർന്നും ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയാണ് നിങ്ങളുടെ യഥാർത്ഥ യാത്ര ആരംഭിക്കുന്നത്. ഒരു യാത്രയിൽ നിങ്ങൾക്ക് ഒരു കാര്യം മാത്രമേ പഠിക്കാൻ കഴിയൂ. ലോകം എന്തു പറഞ്ഞാലും വിജയം കൈവരിക്കുന്നതുവരെ നിങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. 1-ാം അധ്യായം: നിങ്ങളെ തന്നെ അറിയുക. ജീവിതത്തിലെ എല്ലാ പ്രധാന മാറ്റങ്ങളും ആരംഭിക്കുന്നത് ഒരു വ്യക്തി സ്വയം അറിയാൻ തുടങ്ങുമ്പോഴാണ്. എന്നാൽ മിക്ക ആളുകളും മറ്റുള്ളവരെ ആകർഷിക്കാനും മറ്റുള്ളവരെ പോലെ ആകാനും ലോകത്തെ പ്രീതിപ്പെടുത്താനും ഒടുവിൽ തങ്ങളിൽ നിന്ന് സ്വയം അകന്നു നിൽക്കാനും അവരുടെ മുഴുവൻ ജീവിതവും ചെലവഴിക്കുന്നു. 1-ാം അധ്യായം നൽകുന്ന ഏറ്റവും വലിയ പാഠം, നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ, മുന്നോട്ടു പോകണമെങ്കിൽ, നിങ്ങൾക്ക് മികച്ചവരാകണമെങ്കിൽ ആദ്യം നിങ്ങളെ തന്നെ അറിയുക എന്നതാണ്. സ്വയം അറിയുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. കാരണം അതിന് നിങ്ങളുടെ ഭയങ്ങൾ, നിങ്ങളുടെ ബലഹീനതകൾ, നിങ്ങളുടെ തെറ്റുകൾ, നിങ്ങളുടെ സത്യം എന്നിവ നേരിടേണ്ടതുണ്ട്. ഇത് വേദനാജനകമാണ്, പക്ഷേ ആ വേദന നിങ്ങളെ ശക്തരാക്കുന്നു. നിങ്ങൾ എല്ലാ ദിവസവും മറ്റുള്ളവരെ നോക്കുമ്പോൾ അവരെന്താണ് ധരിക്കുന്നത്, അവരെന്താണ് ചെയ്യുന്നത്, അവരെന്താണ് നേടുന്നത് എന്ന് സങ്കല്പിക്കുക. നിങ്ങളുടെ മനസ്സ് നിങ്ങളെ തന്നെ താരതമ്യം ചെയ്യാൻ തുടങ്ങുന്നു. എന്നാൽ നിങ്ങൾ സ്വയം നോക്കാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങളുടെ യഥാർത്ഥ വളർച്ച ആരംഭിക്കുന്നത്. ഈ അധ്യായം ഒരാഴമേറിയ സത്യം വെളിപ്പെടുത്തുന്നു. നിങ്ങളുടെ ഉള്ളിൽ 2 ആളുകളുണ്ട്. ഒരാൾ ഉപേക്ഷിക്കുന്നവനും മറ്റൊരാൾ പരാജയത്തെ ഒരു പാഠമാക്കി മാറ്റുകയും വീണ്ടും ഉയരുകയും ചെയ്യുന്നു. നിങ്ങളുടെ വിജയം നിങ്ങൾ ഏത് വ്യക്തിയെയാണ് കൂടുതൽ തവണ തിരഞ്ഞെടുക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങൾ സ്വയം അറിയാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ യഥാർത്ഥ ശക്തി നിങ്ങൾ മനസ്സിലാക്കുന്നു. ആളുകളുടെ കണ്ണിൽ നിങ്ങളുടെ മൂല്യം എന്താണ്? അത് പ്രശ്നമല്ല. യഥാർത്ഥ ചോദ്യം, നിങ്ങളുടെ സ്വന്തം കണ്ണിൽ നിങ്ങളുടെ മൂല്യം എന്താണ്? ലോകം നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ലെന്ന് പറയും. എന്നാൽ നിങ്ങൾ സ്വയം അറിയുമ്പോൾ നിങ്ങളുടെ ആത്മാവ് ഉത്തരം നൽകുന്നു, എനിക്കത് ചെയ്യാൻ കഴിയും.
ഞാൻ അത് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. സ്വയം അറിയുന്നതിനുള്ള ആദ്യപടി നിങ്ങളോട് തന്നെ സത്യസന്ധത പുലർത്തുക എന്നതാണ്. സ്വയം ചോദിക്കുക, എനിക്ക് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത്? ഞാൻ എൻ്റെ സ്വപ്നങ്ങൾക്കായി പോരാടുകയാണോ, അതോ ലോകത്തിലെ കുഴപ്പങ്ങളിൽ ഞാൻ ഒറ്റപ്പെടുകയാണോ? ഞാൻ എല്ലാ ദിവസവും എന്നെ തന്നെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുകയാണോ, അതോ ഞാൻ മറികടക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ പോലെ ആകുകയാണോ? ഈ പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഏതൊരു ലക്ഷ്യസ്ഥാനത്തേക്കുമുള്ള പാത പുറത്തല്ല, ഉള്ളിൽ നിന്നാണ് ആരംഭിക്കുന്നത് എന്നാണ്. സ്വയം ബഹുമാനിക്കുക. നിങ്ങളുടെ തീരുമാനങ്ങളെ വിലമതിക്കുക. നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ മൂല്യം മനസ്സിലാക്കുക. കാരണം നിങ്ങൾ നിങ്ങളെ തന്നെ വിലമതിക്കുമ്പോൾ ലോകം നിങ്ങളെ വിലമതിക്കാൻ തുടങ്ങും. വിജയിച്ച ഓരോ വ്യക്തിയും ലോകത്തിന് കാണിക്കുന്നതിന് മുമ്പ് അവരുടെ ശക്തി സ്വയം കാണിച്ചുവെന്ന് ഓർമ്മിക്കുക. അതെ, ഞാൻ എൻ്റെ സ്വന്തം ജീവിതത്തിൻ്റെ ചുമതല ഏറ്റെടുക്കുന്നു എന്ന് നിങ്ങൾ സ്വയം പറയുമ്പോൾ മാത്രമേ നിങ്ങളുടെ യഥാർത്ഥ വിജയം ആരംഭിക്കൂ. സ്വയം അറിയുന്നത് വിജയത്തിലേക്കുള്ള ആദ്യപടിയാണ്. ഈ ചുവടുവെപ്പ് നിങ്ങളുടെ മുഴുവൻ ജീവിതത്തിൻ്റെയും ദിശ മാറ്റുന്നു. അധ്യായം 2. ശ്രദ്ധ വ്യതിചലനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക. ജീവിതത്തിലെ വിജയത്തിലേക്കുള്ള ഏറ്റവും വലിയ ശത്രു ഒരു വ്യക്തിയോ സാഹചര്യമോ ബുദ്ധിമുട്ടോ അല്ല. ഏറ്റവും വലിയ ശത്രു ശ്രദ്ധ വ്യതിചലനമാണ്. ഇതെത്ര ലളിതമായി തോന്നിയാലും അത് യഥാർത്ഥത്തിൽ ഒരുപോലെ അപകടകരമാണ്. ഒരു വ്യക്തി തൻ്റെ സ്വപ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മാത്രമേ ഒരാൾ മുന്നോട്ട് നീങ്ങുകയുള്ളൂ. എന്നാൽ അവർ എല്ലാ ചെറിയ കാര്യങ്ങളിലും കുടുങ്ങി മറ്റുള്ളവരുടെ ജീവിതത്തിൽ വിഷമിക്കുമ്പോൾ സോഷ്യൽ മീഡിയയുടെ വലയിൽ കുടുങ്ങി അവരുടെ മനസ്സ് പതുക്കെ ശിഥിലമാകാൻ തുടങ്ങുന്നു. ഈ അധ്യായം ഈ ശിഥിലീകരണത്തെ മറികടക്കാൻ അവരെ പ്രാപ്തരാക്കുന്നു. നിങ്ങളുടെ ചുറ്റുമുള്ള 3 തരം ശ്രദ്ധ വ്യതിചലനങ്ങളാണ് നിങ്ങളുടെ വളർച്ചയെ ഏറ്റവും തടസ്സപ്പെടുത്തുന്നതെന്ന് ഈ അധ്യായം വിശദീകരിക്കുന്നു. ഒന്നാമതായി, സ്വയം ഒന്നും ചെയ്യാതെ നിങ്ങളുടെ കഠിനാധ്വാനത്തെ സംശയിക്കുന്ന ആളുകൾ. രണ്ടാമതായി, നിങ്ങളെ വൈകാരികമായി ദുർബലപ്പെടുത്തുകയും നിങ്ങളുടെ മുൻഗണനകളിൽ നിന്ന് നിങ്ങളെ വ്യതിചലിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ. മൂന്നാമതായി, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രയോജനവുമില്ലാത്ത കാര്യങ്ങൾ, എന്നിട്ടും നിങ്ങൾ അവയിൽ സമയം പാഴാക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ നിങ്ങളുടെ സമയം നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട സ്വത്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾക്കത് ലാഭിക്കാനോ പാഴാക്കാനോ കഴിയും. ശ്രദ്ധ വ്യതിചലനങ്ങൾ നിങ്ങളുടെ സമയം ഏറ്റവും വേഗത്തിൽ മോഷ്ടിക്കുന്നു. ഈ അധ്യായത്തിൽ ആഴത്തിലുള്ള ഒരു സന്ദേശം അടങ്ങിയിരിക്കുന്നു. നിങ്ങൾ എന്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ അത് നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ മുന്നോട്ടു പോകും. നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ പിന്നോട്ടു പോകും. ലോകത്തിലെ നെഗറ്റീവ് കാര്യങ്ങളിൽ നിങ്ങൾ കുടുങ്ങിയാൽ നിങ്ങളുടെ ചിന്ത ക്രമേണ ഇരുണ്ടതായിത്തീരും. അതുകൊണ്ടാണ് നിങ്ങളെ താഴ്ത്തിക്കെട്ടുന്നവരിൽ നിന്ന് അകലം പാലിക്കാനും നിങ്ങളെ ദുർബലപ്പെടുത്തുന്ന സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ശക്തിയെ ഇല്ലാതാക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കാനും ഈ അധ്യായം നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്. കാരണം നിങ്ങൾ ശ്രദ്ധ വ്യതിചലനങ്ങളിൽ നിന്ന് അകന്നു പോകുമ്പോൾ മാത്രമേ നിങ്ങൾ അച്ചടക്കത്തിലേക്ക് അടുക്കുകയുള്ളൂ. ഓരോ സ്വപ്നത്തിനുമുള്ള പോരാട്ടത്തിൽ വിജയിക്കാൻ ഉപയോഗിക്കുന്ന ആയുധമാണ് അച്ചടക്കം. ഈ അധ്യായത്തിൽ നിന്നുള്ള ഏറ്റവും വലിയ പാഠം നിങ്ങളുടെ സമയവും ഊർജവും മനസ്സും നിങ്ങൾ സംരക്ഷിച്ചില്ലെങ്കിൽ ലോകത്തിൻ്റെ ആരവം നിങ്ങളുടെ ആത്മാവിൻ്റെ ശബ്ദത്തെ മുക്കിക്കളയും എന്നതാണ്. ഒരാൾ സ്വന്തം ശബ്ദം കേൾക്കുന്നത് നിർത്തുമ്പോൾ അവരുടെ ശ്രദ്ധയും അപ്രത്യക്ഷമാകും. അതിനാൽ സ്വയം ഒരു പ്രതിജ്ഞ എടുക്കുക. എൻ്റെ ശ്രദ്ധ തകർക്കുന്നവരിൽ നിന്ന് ഞാൻ എന്നെ തന്നെ അകറ്റി നിർത്തുകയും എൻ്റെ സ്വപ്നങ്ങളെ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങളോട് അടുത്തു നിൽക്കുകയും ചെയ്യും. ഇടത്തരം ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് നിങ്ങളെ ഉയർത്തി വിജയികളിൽ ഉൾപ്പെടുത്തുന്ന ഘട്ടമാണിത്. അധ്യായം 3. നിങ്ങളുടെ ലക്ഷ്യം മായ്ക്കുക, അല്ലെങ്കിൽ പാത മങ്ങിപ്പോകും. ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഒരു വ്യക്തിക്ക് കഴിവില്ല എന്നതല്ല. യഥാർത്ഥ പ്രശ്നം അവർക്ക് ഏത് ദിശയിലേക്ക് പോകണമെന്ന് അറിയില്ല എന്നതാണ്. അതുകൊണ്ടാണ് ദശലക്ഷക്കണക്കിന് ആളുകൾ കഠിനാധ്വാനം ചെയ്യുന്നത്. പക്ഷേ എവിടെയും എത്താതെ അവർ ക്ഷീണിതരും നിരാശരും ക്രമേണ ഉപേക്ഷിക്കുന്നവരുമായി മാറുന്നു. ഈ അധ്യായത്തിൽ നിന്നുള്ള ഏറ്റവും ശക്തമായ പാഠമാണിത്. ലക്ഷ്യം വ്യക്തമല്ലെങ്കിൽ പാത വ്യക്തമാകില്ല. ഒരു വ്യക്തി തൻ്റെ സ്വപ്നത്തെ വാക്കുകളിലോ ചിത്രങ്ങളിലോ വ്യക്തമായ ദിശയിലോ നിർവചിക്കുന്നില്ലെങ്കിൽ അവരുടെ മനസ്സ് ആശയക്കുഴപ്പത്തിലാകും.
നിങ്ങളൊരു കാർ എടുക്കുമ്പോൾ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയില്ലെങ്കിൽ എത്ര വേഗത്തിൽ വാഹനം ഓടിച്ചാലും ലക്ഷ്യസ്ഥാനത്തെത്തില്ലെന്ന് സങ്കല്പിക്കുക. ജീവിതത്തിലും ഇതുതന്നെയാണ് സ്ഥിതി. ചിലപ്പോൾ മറ്റാരെയെങ്കിലും കേട്ടതിന് ശേഷം ആളുകൾ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങും. ചിലപ്പോൾ മറ്റൊരാളുടെ ജീവിതം നിരീക്ഷിച്ചതിന് ശേഷം അവർ മറ്റെന്തെങ്കിലും ചെയ്യാൻ തുടങ്ങും. ഈ പ്രക്രിയയിൽ അവരുടെ ശ്രദ്ധ ചിതറിപ്പോകും. എന്നാൽ നിങ്ങളുടെ ലക്ഷ്യം വ്യക്തമാകുമ്പോൾ നിങ്ങളുടെ ഊർജം ഒരു ദിശയിൽ കേന്ദ്രീകരിക്കപ്പെടും. നിങ്ങളുടെ ലക്ഷ്യം വലുതോ ചെറുതോ ആകട്ടെ, അത് എഴുതി വയ്ക്കണം. ഒരു ലിഖിത ലക്ഷ്യം മനസ്സിന് കൽപ്പന നൽകുന്നു. ഇതാണ് എൻ്റെ ദിശ, ഞാൻ ഈ ദിശയിലേക്ക് നീങ്ങണം. ഒരു ലിഖിത ലക്ഷ്യം നിങ്ങളുടെ ദൈനംദിന ശ്രമങ്ങൾക്ക് അർത്ഥം നൽകുന്നു. ഏറ്റവും പ്രധാനമായി, ലക്ഷ്യം വ്യക്തമാകുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ശക്തമാകും. നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കുക, അത് അനുഭവിക്കുക. നിങ്ങളുടെ സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമായതായി കാണുക. വികാരത്തോടെ എന്തെങ്കിലും സങ്കല്പിക്കുമ്പോൾ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ നിങ്ങളുടെ മനസ്സ് എല്ലാത്തരം ഊർജവും സമാഹരിക്കാൻ തുടങ്ങുന്നു. എന്നാൽ സ്വപ്നം കാണുന്നത് മാത്രം പോരാ, ആ സ്വപ്നം നേടാനുള്ള വഴിയും വ്യക്തമായിരിക്കണം. ഏതൊരു വലിയ ലക്ഷ്യവും ചെറിയ ഘട്ടങ്ങളായി വിഭജിച്ചാണ് നേടിയെടുക്കുന്നത്. വലിയ സ്വപ്നം കാണുക, എന്നാൽ ചെറിയ ഭാഗങ്ങളായി വിഭജിച്ചാണ് നേടിയെടുക്കുക. ഇന്ന് നിങ്ങളുടെ വലിയ സ്വപ്നത്തിലേക്ക് ഒരു ചെറിയ ചുവടുവെപ്പ് അടുപ്പിക്കുമെന്ന ചിന്തയോടെ എല്ലാ ദിവസവും ഉണരുക. നിങ്ങൾ എല്ലാ ദിവസവും ഒരു ചെറിയ ചുവടുവെപ്പ് നടത്തുമ്പോൾ ഒരു ദിവസം മറ്റുള്ളവർ എത്തിച്ചേരാൻ മാത്രം സ്വപ്നം കണ്ട ഒരു സ്ഥലത്ത് നിങ്ങൾ എത്തിയിട്ടുണ്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. എന്നാൽ വ്യക്തമായൊരു ലക്ഷ്യമുണ്ടായിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ നേട്ടം അത് നിങ്ങളെ ശ്രദ്ധാശൈഥില്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു എന്നതാണ്. നിങ്ങൾ ഏത് ദിശയിലേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾക്കറിയുമ്പോൾ ലോകത്തിൻ്റെ ശബ്ദത്തിന് പോലും നിങ്ങളെ വ്യതിചലിപ്പിക്കാൻ കഴിയില്ല. ലക്ഷ്യം വ്യക്തമാകുമ്പോൾ താരതമ്യങ്ങൾ കുറയുന്നു. ലക്ഷ്യം വ്യക്തമാകുമ്പോൾ പരാജയഭയം കുറയാൻ തുടങ്ങുന്നു. ലക്ഷ്യം വ്യക്തമാകുമ്പോൾ മനസ്സ് വ്യക്തമായി ചിന്തിക്കുന്നു. വ്യക്തമായ ചിന്തയാണ് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനം. അതിനാൽ നിങ്ങളുടെ സ്വന്തം ഭാഗ്യം ചോദിക്കരുത്. വിധി തന്നെ നിങ്ങളുടെ കാൽക്കൽ നിൽക്കുന്ന തരത്തിൽ നിങ്ങളുടെ ലക്ഷ്യം വ്യക്തമാക്കുക. 4-ാം അധ്യായം. ഒഴികഴിവുകൾ ഉപേക്ഷിച്ച് നടപടിയെടുക്കുക. ജീവിതത്തിൽ തകർന്നു പോകുന്ന സ്വപ്നങ്ങളിൽ പകുതിയും മറ്റാരെങ്കിലും കാരണമല്ല, മറിച്ച് നമ്മുടെ സ്വന്തം ഒഴികഴിവുകൾ മൂലമാണ്. ലോകം നൽകുന്നതിനേക്കാൾ കൂടുതൽ ഒഴികഴിവുകളിൽ മനുഷ്യർക്ക് ശക്തിയുണ്ട്. സമയമില്ല, പണമില്ല, പരിസ്ഥിതി ശരിയല്ല, ആളുകൾ പിന്തുണയ്ക്കുന്നില്ല, അവസരങ്ങൾ ലഭ്യമല്ല, സാഹചര്യങ്ങൾ മോശമാണ്. ഈ ഒഴികഴിവുകളെല്ലാം ശരിയാണെന്ന് തോന്നുന്നു. പക്ഷെ വാസ്തവത്തിൽ അവ നമ്മുടെ വിജയത്തിൻ്റെ വഴിയിൽ നമ്മൾ തന്നെ പണിയുന്ന മതിലുകളാണ്. ഒഴികഴിവുകൾ കണ്ടെത്തുന്ന വ്യക്തി അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നു. നടപടിയെടുക്കുന്ന വ്യക്തി ലോകം അവർക്കായി പാതകൾ സൃഷ്ടിക്കുന്നു. ഒഴികഴിവുകൾ ആളുകളെ സ്വന്തം സ്വപ്നങ്ങളിൽ നിന്ന് അകറ്റുന്ന ഒരു കെണിയാണ്. എന്നാൽ രസകരമായ കാര്യം, ഒഴികഴിവുകൾ മനസ്സ് സൃഷ്ടിച്ച ഒരു കഥ മാത്രമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ന് നിങ്ങൾക്കത് മാറ്റാൻ കഴിയും. നടപടിയെടുക്കാൻ തികഞ്ഞ സമയമില്ലെന്ന് മനസ്സിലാക്കൂ. തികഞ്ഞ സാഹചര്യങ്ങളില്ല, ഒരിക്കലും തികഞ്ഞ അന്തരീക്ഷമുണ്ടാകില്ല. വിജയിക്കുന്നവർ കാത്തിരിക്കില്ല. അവർ എവിടെയാണോ അവിടെ ഉള്ളതുപയോഗിച്ച്, അവർക്ക് കഴിയുന്നതുപയോഗിച്ച് ആരംഭിക്കുന്നു. അവർ ഓരോ ചുവടും വയ്ക്കുമ്പോൾ, കാലം കടന്നു പോകുമ്പോൾ പാതകൾ സ്വയം തെളിഞ്ഞു തുടങ്ങുന്നു. ഈ അധ്യായത്തിൽ ഒരു ആഴത്തിലുള്ള വരി അടങ്ങിയിരിക്കുന്നു. പ്രവൃത്തിയാണ് ഭയത്തിനുള്ള മറുമരുന്ന്. പ്രവൃത്തിയാണ് ഭയത്തിനുള്ള ആത്യന്തിക പ്രതിവിധി. ഒരു വ്യക്തി ചുറ്റുമിരിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ, മാറ്റിവെക്കുമ്പോൾ അവരുടെ ഭയം വളരുന്നു. എന്നാൽ അവർ ആദ്യ പടിയെടുക്കുമ്പോൾ തന്നെ അവരുടെ ഭയം അലിഞ്ഞു പോകാൻ തുടങ്ങുന്നു. അവരുടെ മനസ്സ് തുറക്കുന്നു. ഉള്ളിൽ ഒരു പുതിയ ധൈര്യം ജനിക്കുന്നു. നിങ്ങളുടെ ആദ്യ പടി പൂർണ്ണമാകണമെന്നില്ല, അതെടുക്കേണ്ടതുണ്ട്. എല്ലാം ക്രമത്തിലായതിനു ശേഷം മാത്രമേ നമ്മൾ ആരംഭിക്കൂ എന്ന് നമ്മൾ പലപ്പോഴും കരുതുന്നു. എന്നാൽ സത്യമെന്തെന്നാൽ ആരംഭിക്കുന്നതിലൂടെ മാത്രമേ കാര്യങ്ങൾ മെച്ചപ്പെടുകയുള്ളൂ. നിങ്ങൾ പ്രധാനപ്പെട്ട എന്തെങ്കിലും പരിഗണിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും അതിനായി സമയം കണ്ടെത്തുകയില്ല. നടപടിയെടുക്കുക എന്നതാണ് വിജയത്തിൻ്റെ താക്കോൽ എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ദിവസം നിങ്ങളുടെ എല്ലാ ഒഴികഴിവുകളുടെയും ശക്തി നഷ്ടപ്പെടും. ഒഴികഴിവുകളല്ല, പ്രവൃത്തികളാൽ തിരിച്ചറിയപ്പെടുന്നവരെ ലോകം ഓർക്കുന്നു എന്നത് ഓർക്കുക. ഇന്ന് നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നത് പ്രശ്നമല്ല. നിങ്ങൾക്ക് എത്ര അറിവുണ്ടെന്നത് പ്രശ്നമല്ല. നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് ഇന്ന് നിങ്ങൾ ഒരു ചുവട് വയ്ക്കുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് പ്രധാനം. നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ നിങ്ങൾ ആരംഭിക്കണം, ഇപ്പോൾ തന്നെ, ഒഴികഴിവുകളില്ലാതെ. 5-ാം അധ്യായം.
പരാജയത്തെ ഭയപ്പെടുന്നത് നിർത്തുക. കാരണം പരാജയമാണ് വിജയത്തിലേക്കുള്ള ഏറ്റവും ഉറപ്പുള്ള ബാധ. ജീവിതത്തിൽ ഉന്നതിയിലെത്തിയ എല്ലാവർക്കും പൊതുവായ ഒരു കാര്യമുണ്ട്. അവർ പരാജയത്തിൽ നിന്ന് ഓടിപ്പോയില്ല, മറിച്ച് അത് അവരുടെ ശക്തിയാക്കി. ഈ അധ്യായത്തിലെ ഏറ്റവും ആഴമേറിയ പാഠം പരാജയം ഒരിക്കലും നിങ്ങളുടെ ശത്രു അല്ല എന്നതാണ്. യഥാർത്ഥ ശത്രു നിങ്ങളുടെ ഭയമാണ്. ആളുകൾ എന്ന് തവലിനെന്ന ഭയം, ഞാൻ വീണാൽ എനിക്ക് തിരികെ എഴുന്നേൽക്കാൻ കഴിയില്ലെന്ന് ഭയപ്പെടുക, എൻ്റെ കഠിനാധ്വാനം പാഴാകുമെന്ന് ഭയപ്പെടുക. എന്നാൽ പരാജയം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല, മറിച്ച് നിങ്ങളുടെ വിജയത്തിൻ്റെ തുടക്കമാണെന്ന് ഈ പുസ്തകം നമ്മോട് പറയുന്നു. നടക്കാൻ പഠിക്കുമ്പോൾ ഒരു കുട്ടി എത്ര തവണ വീഴുന്നു എന്ന് ചിന്തിക്കുക. പക്ഷേ വീഴാൻ ഭയപ്പെടുന്നതിനാൽ അവൻ പഠനം നിർത്തുന്നുണ്ടോ? ഇല്ല. കാരണം വീഴുന്നത് തെറ്റാണെന്ന് അവൻ അറിയില്ല. അവൻ എഴുന്നേറ്റ് വീണ്ടും ശ്രമിക്കുന്നു. ഇതാണ് യഥാർത്ഥ ജീവിതം. വീഴുക, പഠിക്കുക, എഴുന്നേൽക്കുക, മുന്നോട്ടു പോകുക. എന്നാൽ നമ്മൾ പ്രായമാകുമ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയും സമൂഹത്തിൻ്റെ ചിന്തകളെയും നമ്മുടെ സ്വന്തം സംശയങ്ങളെയും നമ്മൾ ഭയപ്പെടുന്നു. ഈ ഭയം നമ്മെ പിന്നോട്ട് വലിക്കുന്നു. നിങ്ങളുടെ യാത്രയുടെ ഭാഗമായി നിങ്ങൾ പരാജയത്തെ സ്വീകരിക്കുന്ന ദിവസം നിങ്ങൾ തടയാനാവാത്തവരായി മാറും. പരാജയം നിങ്ങളുടെ ബലഹീനതയല്ല, അത് നിങ്ങളുടെ ഏറ്റവും വലിയ അധ്യാപകനാണ്. നിങ്ങൾ പരാജയപ്പെടുമ്പോഴെല്ലാം ജീവിതം നിങ്ങളെ പുതിയ എന്തെങ്കിലും പഠിപ്പിക്കുന്നു. എവിടെയോ നിങ്ങൾ ആസൂത്രണത്തിൽ തെറ്റു ചെയ്തു, എവിടെയോ നിങ്ങൾ വേണ്ടത്ര പ്രവർത്തിച്ചില്ല, എവിടെയോ നിങ്ങൾ തെറ്റായ ദിശ തിരഞ്ഞെടുത്തു. എന്നാൽ ഓരോ പരാജയവും നിങ്ങളെ ഏതെങ്കിലും വിധത്തിൽ മുന്നോട്ട് നയിക്കുന്നു. വേഗത്തിൽ പരാജയപ്പെടുക, വേഗത്തിൽ പഠിക്കുക, വേഗത്തിൽ എഴുന്നേൽക്കുക. നിങ്ങൾ എത്ര വേഗത്തിൽ വീഴുന്നുവോ അത്രയും വേഗത്തിൽ നിങ്ങൾ പഠിക്കുകയും എത്രയും വേഗം വിജയിക്കുകയും ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും വിജയകരമായ ആളുകൾ ഒരിക്കലും വീഴാത്തവരല്ല. അവർ വീഴുമ്പോഴെല്ലാം എഴുന്നേൽക്കുന്നവരാണ്. ഓരോ തവണയും അവർ എഴുന്നേൽക്കുമ്പോൾ അവർ മുമ്പത്തേക്കാൾ ശക്തരായി ഉയർന്നു വരുന്നു. നിങ്ങൾ പരാജയം സ്വീകരിക്കാൻ പഠിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ 2 കാര്യങ്ങൾ മാറുന്നു. ആദ്യം, നിങ്ങൾ അപകട സാധ്യതകൾ ഏറ്റെടുക്കാൻ തുടങ്ങുന്നു. രണ്ടാമതായി, നിങ്ങളുടെ ചിന്തയിൽ ഒരു വലിയ ആത്മവിശ്വാസം വളരുന്നു. കാരണം എന്ത് സംഭവിച്ചാലും നിങ്ങൾ നിർത്തില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഒരു വ്യക്തി ഫലത്തോട് പറ്റി നിൽക്കുമ്പോൾ മാത്രമേ പരാജയഭയം ഉണ്ടാകൂ എന്നും ഈ അധ്യായം പറയുന്നു. എന്നാൽ വിജയികൾ ഫലത്തോട് മാത്രമല്ല, പ്രക്രിയയോടും ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രക്രിയ ശരിയാണെങ്കിൽ ഒരു ദിവസം ഫലങ്ങൾ ശരിയായിരിക്കുമെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ വീഴാൻ ഭയപ്പെടാത്തത്. മറിച്ച് വീഴ്ചയെ അവരുടെ വളർച്ചയുടെ ഒരു ഭാഗമായി കണക്കാക്കുന്നു. നിങ്ങൾ പരാജയത്തിൽ നിന്ന് ഒളിച്ചോടുകയാണെങ്കിൽ നിങ്ങൾ വിജയത്തിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യും. എന്നാൽ നിങ്ങൾ പരാജയത്തെ സ്വീകരിച്ച് അതിൽ നിന്ന് പഠിച്ച് മുന്നോട്ടു പോയാൽ ലോകത്തിലെ ഒന്നിനും നിങ്ങളെ തടയാൻ കഴിയില്ല. അതിനാൽ ഇപ്പോൾ സ്വയം ഈ ചോദ്യം ചോദിക്കുക: ഞാൻ വീഴാൻ ഭയപ്പെടുന്നുണ്ടോ, അതോ ഞാൻ വിജയിക്കാൻ തയ്യാറാണോ? 6-ാം അധ്യായം, സ്ഥിരത പുലർത്തുക. കാരണം വിജയം നിർത്താത്തവർക്കാണ് വരുന്നത്. ജീവിതത്തിൽ വിജയം ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ബുദ്ധിമുട്ടുള്ളത് സ്ഥിരോത്സാഹമാണ്. മിക്ക ആളുകളും വലിയ ഉത്സാഹത്തോടെയാണ് ആരംഭിക്കുന്നത്. ആദ്യ ദിവസം പ്രചോദനം കൂടുതലാണ്. 2-ാം ദിവസം ഊർജം ശക്തമാണ്. 3-ാം ദിവസം പ്രവർത്തനം ശക്തമാണ്. എന്നാൽ സമയം കടന്നു പോകുമ്പോൾ അവരുടെ ആവേശം കുറയാൻ തുടങ്ങുന്നു. തുടർന്ന് ക്രമേണ അവർ ആരംഭിച്ച സ്ഥലത്തേക്ക് മടങ്ങുന്നു. സ്ഥിരത തീവ്രതയേക്കാൾ ശക്തമാണ്. എല്ലാ ദിവസവും അല്പം ചെയ്യുന്നത് ഒരു ദിവസത്തെ കഠിനാധ്വാനത്തേക്കാൾ വളരെ ശക്തമാണ്. ലോകത്തിലെ ഓരോ വിജയകരമായ വ്യക്തിക്കും പൊതുവായ ഒരു കാര്യമുണ്ട്: അവർ നിർത്തുന്നില്ല. സാഹചര്യങ്ങൾ എന്തുതന്നെയായാലും, അവർക്കത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും, ലോകം അവർക്ക് എതിരാണെങ്കിലും, അല്ലെങ്കിൽ ഒന്നും സംഭവിക്കുന്നില്ലെന്ന് അവർക്ക് തോന്നിയാലും. ചെറിയ ചുവടുകൾ വലിയ വിജയങ്ങൾക്ക് അടിത്തറയിടുന്നുവെന്ന് അവർക്കറിയാവുന്നതിനാൽ അവർ ഇപ്പോഴും എല്ലാ ദിവസവും ഒരു ചെറിയ ചുവടുവെപ്പ് നടത്തുന്നു. ഒരു നദി ഒരു പർവ്വതത്തെ മുറിക്കുന്നത് അതിൻ്റെ ശക്തി കൊണ്ടല്ല, മറിച്ച് അതിൻ്റെ സ്ഥിരത കൊണ്ടാണ്. ഒരു നദി ഒരിക്കലും നിലയ്ക്കുന്നില്ല, ഒരിക്കലും നിർത്തുന്നില്ല. അത് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ കല്ലുകൾക്ക് പോലും അതിൻ്റെ പാതയിൽ നിൽക്കാൻ കഴിയില്ല. ഇതാണ് മനുഷ്യജീവിതം. നിങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, നീങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ശ്രമിച്ചും ലോകത്തിലെ ഒരു തടസ്സത്തിനും നിങ്ങളെ തടയാൻ കഴിയില്ല.
സ്ഥിരോത്സാഹം കാണിക്കുന്നവർ 3 കാര്യങ്ങൾ വികസിപ്പിക്കുന്നു. ഒന്നാമത് അച്ചടക്കം, രണ്ടാമത്തേത് ക്ഷമ, മൂന്നാമത്തേത് ആത്മവിശ്വാസം. ഇവ 3ഉം ചേർന്ന് മറ്റുള്ളവർക്ക് എത്തിച്ചേരുമെന്ന് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു സ്ഥലത്തേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുപോകുന്നു. നിങ്ങൾക്ക് കഴിയും. എന്നാൽ സ്ഥിരത നിലനിർത്തുന്നത് എളുപ്പമല്ല. മനസ്സ് ഒഴികഴിവുകൾ കണ്ടെത്തുന്നു, ശരീരം ക്ഷീണിക്കുന്നു, ഹൃദയം ഭയപ്പെടുന്നു, ലോകം നിങ്ങളെ തടയാൻ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് സ്ഥിരത ഒരു ശീലമാക്കാൻ പഠിക്കേണ്ടത് പ്രധാനമായിരിക്കുന്നത്. നിങ്ങൾ പൂർണ്ണരാകേണ്ടതില്ല, നിങ്ങൾ എല്ലാ ദിവസവും മെച്ചപ്പെടേണ്ടതുണ്ട്. ഇന്ന് നിങ്ങൾ അല്പം മെച്ചപ്പെട്ടാൽ നിങ്ങൾ വിജയത്തിലേക്കുള്ള പാതയിലാണ്. എന്നാൽ നിങ്ങൾ നിർത്തിയാൽ നിങ്ങളുടെ സ്വപ്നവും നിലയ്ക്കും. നിങ്ങൾ വേഗത്തിൽ ഓടേണ്ടതില്ല, നിങ്ങൾ നിർത്തരുത്. അടുത്ത 100 ദിവസം നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിർത്താതെ എന്തെങ്കിലും ചെയ്യാൻ എല്ലാ ദിവസവും ചെലവഴിച്ചാൽ നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് സങ്കല്പിക്കുക. ഒരുപക്ഷെ നിങ്ങൾ ഒരിക്കലും സങ്കല്പിക്കാത്ത ഒന്നായിരിക്കുമത്. അതിനാൽ നിങ്ങൾക്ക് കഴിയുന്നത്ര ചെയ്യുക, പക്ഷേ എല്ലാ ദിവസവും അത് ചെയ്യുക. പതുക്കെ എന്നാൽ സ്ഥിരതയോടെ. കാരണം നിങ്ങൾ എല്ലാ ദിവസവും അതിൽ മുട്ടുമ്പോൾ മാത്രമേ വിജയത്തിലേക്കുള്ള വാതിൽ തുറക്കൂ. ഒരു ദിവസം അത് പെട്ടെന്ന് തുറക്കും. 7-ാം അധ്യായം. സ്വയം വിശ്വസിക്കുക. കാരണം വിശ്വാസമാണ് എല്ലാ വിജയത്തിൻ്റെയും മൂലകാരണം. ലോകത്ത് സംഭവിച്ച എല്ലാ മഹത്തായ കാര്യങ്ങളും, നേടിയെടുത്ത എല്ലാ മഹത്തായ വിജയങ്ങളും, അസാധ്യമായത് സാധ്യമാക്കിയ എല്ലാ ആളുകളും എല്ലാം ഒരു കാര്യത്തിൽ നിന്നാണ് ആരംഭിച്ചത്: ആത്മവിശ്വാസം. നിങ്ങൾ എത്ര അറിവ് നേടിയാലും, എത്ര പുസ്തകങ്ങൾ വായിച്ചാലും, എത്ര ഉപദേഷ്ടാക്കൾ ഉണ്ടായിരുന്നാലും ആത്മവിശ്വാസമില്ലെങ്കിൽ ഒന്നിനും നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ കഴിയില്ല. ഇന്നത്തെ മിക്ക ആളുകളും കഴിവിന്റെ അഭാവം കൊണ്ടല്ല പരാജയപ്പെടുന്നത് എന്നതാണ് സത്യം. അവർ ആത്മവിശ്വാസക്കുറവ് കൊണ്ടാണ് പരാജയപ്പെടുന്നത്. ഒരു വ്യക്തി സ്വയം കുറച്ചു കാണാൻ തുടങ്ങുമ്പോൾ ലോകവും അവരെ കുറച്ചു കാണാൻ തുടങ്ങുന്നു. ഒരു വ്യക്തി സ്വയം സംശയിക്കാൻ തുടങ്ങുമ്പോൾ ലോകവും അവരെ സംശയിക്കാൻ തുടങ്ങുന്നു. ഒരു വ്യക്തി സ്വയം പരാജിതനായി കണക്കാക്കുമ്പോൾ ലോകം അവരെ ജയിക്കാൻ അനുവദിക്കുന്നില്ല. എന്നാൽ ഒരു വ്യക്തി സ്വയം പറയുന്ന ദിവസം, അതെ, എനിക്കത് ചെയ്യാൻ കഴിയും, ഞാൻ അതിൽ അർഹനാണ്, ഞാൻ അതിനു വേണ്ടി നിലകൊള്ളും, അന്നു മുതൽ അവരുടെ മുഴുവൻ ജീവിതവും മാറാൻ തുടങ്ങുന്നു. ആത്മവിശ്വാസം മാന്ത്രികമല്ല, ഇതൊരു മാനസിക അവസ്ഥയാണ്. മാനസിക അവസ്ഥകൾ പരിശീലനത്തിലൂടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾ എല്ലാ ദിവസവും ചുവടുവെക്കുമ്പോൾ, നിങ്ങളുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുമ്പോൾ, മറ്റുള്ളവരുമായി സ്വയം താരതമ്യം ചെയ്യുന്നത് നിർത്തുമ്പോൾ, ക്രമേണ ആത്മവിശ്വാസത്തിന്റെ ശക്തമായ ഒരു മതിൽ നിങ്ങളുടെ ഉള്ളിൽ വളരാൻ തുടങ്ങും. നിങ്ങളുടെ ആത്മാരുടെ തവരക്കാർ സരിക്കുന്ന കൃവില്ലാറ്റുകളിൽ നിന്ന് ഈ മതിൽ നിങ്ങളെ സംരക്ഷിക്കുന്നു. നിങ്ങൾ സ്വയം തിരിച്ചറിയുമ്പോൾ മാത്രമേ ലോകം നിങ്ങളെ തിരിച്ചറിയൂ. നിങ്ങൾ സ്വയം അംഗീകരിക്കുമ്പോൾ മാത്രമേ ലോകം നിങ്ങളിൽ വിശ്വസിക്കൂ. നിങ്ങളുടെ വാക്കുകൾക്ക് നിങ്ങളുടെ ജീവിതം മാറ്റാൻ കഴിയും. ഞാൻ ദുർബലനാണ് എന്ന് നിങ്ങൾ സ്വയം പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകാനുള്ള അവസരങ്ങൾ തേടും. എന്നാൽ ഞാൻ വിജയിക്കാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ സ്വയം പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് വഴികൾ കണ്ടെത്താൻ തുടങ്ങും. നിങ്ങളിൽ വിശ്വസിക്കുക എന്നത് ഒറ്റത്തവണ മാത്രം ചെയ്യേണ്ട കാര്യമല്ല. ഇതൊരു ദൈനംദിന പരിശീലനമാണ്. ഇതൊരു ദൈനംദിന പോരാട്ടമാണ്. ഇതൊരു ദൈനംദിന വാഗ്ദാനമാണ്. നിങ്ങളെ താഴേക്ക് വലിക്കുന്ന ശബ്ദങ്ങളോട്, മറ്റുള്ളവരുടെ ശബ്ദങ്ങളോടും, നിങ്ങളുടെ ഉള്ളിലെ ശബ്ദത്തോടും എല്ലാ ദിവസവും നിങ്ങൾ പോരാടേണ്ടതുണ്ട്. എന്നാൽ നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ ഉണർന്ന് ഞാൻ എൻ്റെ സ്വപ്നങ്ങൾക്ക് യോഗ്യനാണ് എന്ന് സ്വയം പറയുമ്പോൾ ഒരു പുതിയ ഊർജം, ഒരു പുതിയ വെളിച്ചം നിങ്ങളുടെ ഉള്ളിൽ ഉണർന്ന് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നു. ഈ അധ്യായത്തിലെ ഏറ്റവും ശക്തമായ സന്ദേശമാണിത്. നിങ്ങളുടെ വിജയം ലോകം തീരുമാനിക്കുന്നില്ല, നിങ്ങളുടെ ആത്മവിശ്വാസമാണ് തീരുമാനിക്കുന്നത്. ഈ ലോകത്തിലെ ആർക്കും അവരൊരു വിജയിയാണെന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ വിജയിക്കാൻ കഴിയില്ല. അതിനാൽ നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ നേടണമെങ്കിൽ, വലിയ ഉയരങ്ങളിൽ എത്തണമെങ്കിൽ, നിങ്ങളുടെ ജീവിതം മാറ്റണമെങ്കിൽ ആദ്യം നിങ്ങളുടെ ചിന്ത മാറ്റുക. നിങ്ങളുടെ ചിന്ത മാറ്റുന്നത് ഒരു വരിയിൽ നിന്നാണ് ആരംഭിക്കുന്നത്: അതെ, എനിക്ക് കഴിയും. ഒരു വ്യക്തി സ്വയം മാറാൻ തീരുമാനിക്കുമ്പോൾ ജീവിതം മാറുന്നു. എവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് നിങ്ങൾ പഠിച്ചു. സ്വയം എങ്ങനെ തിരിച്ചറിയണം, ഒഴികഴിവുകൾ എങ്ങനെ മറികടക്കാം, പരാജയം എങ്ങനെ സ്വീകരിക്കാം, ഏറ്റവും പ്രധാനമായി സ്വയം എങ്ങനെ വിശ്വസിക്കാം. ഇപ്പോൾ ചോദ്യം നിങ്ങൾ എന്താണ് പഠിച്ചത് എന്നതല്ല. യഥാർത്ഥ ചോദ്യം ഇതാണ്: ആ പാഠങ്ങൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിക്കാൻ തുടങ്ങുമോ? കാരണം അറിവ് ഉപയോഗിക്കുമ്പോൾ മാത്രമേ ശക്തിയായി മാറൂ. ഇന്ന് നിങ്ങൾ നിൽക്കുന്നിടത്ത് നിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ 2 വഴികൾ തുറക്കുന്നു.
ആദ്യത്തേത് നിങ്ങളെ എപ്പോഴും എവിടെയായിരുന്നോ അവിടെ നിർത്തുന്ന അതേ പഴയ പാതയാണ്. രണ്ടാമത്തേത് ബുദ്ധിമുട്ടുള്ളതും വെല്ലുവിളി നിറഞ്ഞതും കഠിനാധ്വാനം ആവശ്യമുള്ളതുമായ ഒരു പാതയാണ്. പക്ഷേ നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നയിക്കുന്നു. ആ രണ്ടാമത്തെ പാത പിന്തുടരാൻ നിങ്ങളെ പ്രചോദിപ്പിക്കുന്നതിനാണ് ഈ വീഡിയോ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇനി തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങളാണ്. ആശ്വാസമോ വളർച്ചയോ, ഭയമോ വിശ്വാസമോ, നിർത്തണോ അതോ മുന്നോട്ട് പോകണോ? ഈ വീഡിയോ നിങ്ങൾക്ക് അല്പം ധൈര്യമോ അല്പം വെളിച്ചമോ, അതെ, നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുമെന്ന് അല്പം ആത്മവിശ്വാസമോ നൽകിയിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ ആ ആദ്യ ചുവടുവെപ്പ് നടത്തുക. ചെറുതോ വലുതോ ആകട്ടെ, അതെടുക്കുക. നിങ്ങളുടെ വിജയം ആ ചുവടുവെപ്പിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റമെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ സ്വപ്നങ്ങളെ വീണ്ടും ജ്വലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഹൃദയത്തെ ഏറ്റവും സ്പർശിച്ചത് എന്താണെന്നും അഭിപ്രായങ്ങളിൽ എന്നെ അറിയിക്കുക. ഇത് നിങ്ങളുടെ ആദ്യ സന്ദർശനമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഉറപ്പാക്കുക. കാരണം വരാനിരിക്കുന്ന ഓരോ വീഡിയോയും നിങ്ങളുടെ വളർച്ചയ്ക്കും വിജയത്തിനും നിങ്ങളുടെ മാനസികാവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനും വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു. അതെ, ബുദ്ധിമുട്ടുന്ന, തകർന്നതായി തോന്നുന്ന അല്ലെങ്കിൽ ഒരു ചെറിയ മാർഗനിർദ്ദേശം ആവശ്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളുമായോ കുടുംബാംഗങ്ങളുമായോ ഈ വീഡിയോ പങ്കിടുക. ഒരുപക്ഷെ നിങ്ങളൊരാളായിരിക്കാം. ജീവിതമാറ്റത്തിന് നിങ്ങൾ കാരണക്കാരനാകട്ടെ. ഓർക്കുക, സ്വയം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വിജയം നേടുന്നതുവരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നവരെയാണ് വിജയം കാത്തിരിക്കുന്നത്. ഇനി നിങ്ങളുടെ ഊഴമാണ്. എഴുന്നേൽക്കൂ, മുന്നോട്ടു പോകൂ. നിങ്ങൾ ആരാണെന്ന് ലോകത്തെ കാണിക്കൂ. നിങ്ങൾ വിജയിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. നന്ദി. പ്രപഞ്ചശക്തിക്ക് നന്ദി.